പ്രവൃത്ത. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ. നമ്മൾ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ വിശ്വരൂപം 51-ാമത്തെ ശ്ലോകം വരെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാൻ അർജുനന്റെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് വിശ്വരൂപം പിൻവലിക്കുകയും ചതുർഭുജ നാരായണ രൂപം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം സ്വന്തം രൂപത്തിലേക്ക് വന്നു എന്ന് പറയും. സ്വന്തം രൂപമായിട്ടുള്ള ദ്വിഭുജ രൂപം ശ്രീകൃഷ്ണ രൂപത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള കാര്യം പറയും. ആ വിശ്വരൂപത്തിനെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. നേരത്തെ കാണിച്ച വിശ്വരൂപത്തിനെ കുറിച്ച് 48-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. വേദപഠനം കൊണ്ടോ ജ്ഞാനാർജനം കൊണ്ടോ ധ്യാനം കൊണ്ടോ ദാനം കൊണ്ടോ അല്ലെങ്കിൽ വേദങ്ങളിൽ നിർദ്ദേശിക്കുന്ന കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ ഉഗ്രമായ തപസ്സുകൊണ്ടോ ഒന്നും ഭഗവാന്റെ വിശ്വരൂപത്തിനെ ദർശിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ വിശ്വരൂപം കാണാൻ സാധിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഭഗവാൻ ചതുർഭുജ നാരായണ രൂപത്തിലേക്കും പിന്നീട് ശ്രീകൃഷ്ണ രൂപത്തിലേക്കും വന്നിട്ടുള്ളത്. 50-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഇത്യർജുനം വാസുദേവസ്തദുക്ത സുഖം രൂപം ദർശയാമാസ ഭൂയ ആശ്വാസയാമാസ ച ഭീതമേനം ഭൂതാ പുനഃ സൗമ്യവപുരു മഹാത്മാ. ആദ്യം ഭഗവാൻ ചതുർഭുജ നാരായണ രൂപത്തിലേക്ക് വന്നു. അതിനുശേഷം ഏറ്റവും സുന്ദരമായ ഭഗവാന്റെ ദ്വിഭുജ ശ്രീകൃഷ്ണ രൂപത്തിലേക്കും തിരിച്ചു വന്നു എന്ന് പറയും. ആ രൂപം കണ്ട സമയത്താണ് അർജുനൻ പറയുന്നത് 51-ാമത്തെ ശ്ലോകത്തിൽ, ദൃഷ്ടേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇദാനീമസ്മി സംവൃത്ത സചേത പ്രകൃതിം കഥ. ഈ ഒരു മാനുഷിക ആകാരം, 2 കൈകളോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള രൂപം കണ്ട സമയത്ത് എനിക്ക് സമാധാനമായി, എൻ്റെ മനസ്സ് വീണ്ടും സ്വസ്ഥത കൈവരിച്ചു എന്ന് പറയും. അപ്പോൾ അർജുനന് ഭഗവാന്റെ ഏറ്റവും പരിചയമുള്ള രൂപം ഈ ദ്വിഭുജ രൂപമാണ്. 2 കൈകളോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള രൂപമാണ് അർജുനന് പരിചയമുള്ളത്. ആ രൂപത്തിനോടാണ് അർജുനന് ബന്ധമുള്ളത്. അപ്പോൾ ഭഗവാൻ ആ രൂപത്തിലേക്ക് തിരിച്ചു വന്ന സമയത്ത് അർജുനന് സ്വസ്ഥത തിരിച്ചു കിട്ടി, മനസ്സിന്റെ സ്വസ്ഥത തിരിച്ചു കിട്ടി എന്നാണ് ഇവിടെ പറയുന്നത്. ആ ഒരു രൂപത്തിനെ കുറിച്ചാണ് ഭഗവാന്റെ ശ്രീകൃഷ്ണ രൂപത്തിനെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. 52-ാമത്തെ ശ്ലോകത്തിൽ ശ്രീ ഭഗവാൻ വാച സുദുർദർശമിദം രൂപം ദൃഷ്ടവാനസ്യൻ മമ ദേവാപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. ഭഗവാൻ പറഞ്ഞു, പ്രിയ അർജുന, നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ രൂപം കാണുവാൻ ഏറെ പ്രയാസമുള്ളതാണ്. ദേവന്മാർ പോലും ഈ പ്രിയതരമായ രൂപത്തെ കാണുവാൻ അവസരം പാർത്ത് കഴിയുന്നു. ഭാവാർത്ഥം വായിച്ചോളൂ, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച സുദുർദർശമിദം രൂപം ദൃഷ്ടവാനസ്യ മമ ദേവാഭ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണ. ഭാവാർത്ഥം.
ഭഗവാൻ പറഞ്ഞു, പ്രിയ അർജുന, നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ രൂപം കാണുവാൻ ഏറെ പ്രയാസമുള്ളതാണ്. ദേവന്മാർ പോലും ഈ പ്രിയതരമായ രൂപത്തെ കാണുവാൻ അവസരം പാർത്തു കഴിയുന്നു. ഭാവാർത്ഥം: ഈ അധ്യായത്തിലെ 48-ാം ശ്ലോകത്തിൽ വിശ്വരൂപം കാണിച്ചതിനു ശേഷം കൃഷ്ണൻ പറയുന്നുണ്ട്, അനേകം സൽക്കർമ്മങ്ങളോ യജ്ഞാനുഷ്ഠാനങ്ങളോ നേടാവുന്നതല്ല ഈ ദർശനമെന്ന് ഇവിടെ സ്വദുർദർശം എന്ന് പറയുന്നത്. ദ്വിഭുജനായ കൃഷ്ണന്റെ സാധാരണ രൂപത്തെ കുറിച്ചാണ് അത്. കൂടുതൽ ഗോപ്യമാണെന്നും ഈ ശ്ലോകം ധനിപ്പിക്കുന്നു. തപസ്, വേദപഠനം, തത്വചിന്തനം ഇവയോടൊപ്പം അല്പം ഭക്തി സാധനയും ഉണ്ടെങ്കിൽ കൃഷ്ണന്റെ വിശ്വരൂപം ദർശിക്കുവാൻ സാധിച്ചെന്ന് വരാം. ഭക്തി ലേശമുണ്ടെങ്കിൽ മാത്രം എന്ന് പ്രസ്താവിച്ചു കഴിഞ്ഞു. എന്നാൽ ആ വിശ്വരൂപത്തിനു അതീതമായ കൃഷ്ണന്റെ ദ്വിഭുജ രൂപമാകട്ടെ കാണാൻ പ്രയാസമേറും. ബ്രഹ്മാവ്, ശിവൻ മുതലായ ദേവന്മാർക്ക് പോലും എളുപ്പത്തിൽ ദൃശ്യമല്ല. അത് ഭഗവത് ദർശനത്തിനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം കൃഷ്ണൻ അമ്മയായ ദേവകിയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ ആ അത്ഭുതം കാണാനായി സർവ്വദേവന്മാരും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അന്ന് അദ്ദേഹം ദൃഷ്ടിഗോചരനല്ലെങ്കിലും അവർ സ്തോത്രങ്ങളാൽ പുകഴ്ത്തി അവിടുത്തെ കാണാൻ കാത്തുനിന്നു. മൂഢന്മാർ കൃഷ്ണൻ വെറും മനുഷ്യനാണെന്ന് കരുതി പരിഹസിക്കും. പകരം അദ്ദേഹത്തിന്റെ അന്തർലീനമായ ഏതോ നിർഗുണ തത്വത്തെ ആദരിക്കും. അസംബന്ധത്തിന്റെ രൂപാന്തരങ്ങളാണ് ഇവയെല്ലാം. കൃഷ്ണന്റെ ദ്വിഭുജ രൂപം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ബ്രഹ്മാവും ശിവനും ഉൾപ്പെടെയുള്ള ദേവന്മാർ. അവജാനന്തിമാമൂഢ മാനുഷിം തനുമാശ്രിതം. ഭഗവത്ഗീത 9:11. തന്നെ അപഹസിക്കുന്ന മൂഢന്മാർക്ക് കൃഷ്ണൻ ദൃശ്യനല്ല. ബ്രഹ്മസംഹിതയും ഭഗവത്ഗീതയിൽ കൃഷ്ണൻ തന്നെയും തീർത്തു പറയുന്നത് പോലെ കൃഷ്ണന്റെ ശരീരം കേവലം ആധ്യാത്മികവും ആനന്ദമയവും ശാശ്വതവുമാണ്. അതൊരിക്കലും ഭൗതിക ശരീരം പോലുള്ളതല്ല. എന്നാൽ ഭഗവത്ഗീതയോ അതുപോലുള്ള വൈദിക ഗ്രന്ഥങ്ങളോ പഠിച്ചു കിട്ടുന്ന അറിവിലൂടെ നോക്കുന്നവർക്ക് ഒരു പ്രശ്നപുരുഷനാണ് കൃഷ്ണൻ. ഭൗതിക പ്രക്രിയയനുസരിച്ച് നോക്കുമ്പോൾ മഹാനായ ഒരു നായകനും പണ്ഡിതനായൊരു തത്വജ്ഞാനിയുമായി ഗണിക്കപ്പെടുന്നെങ്കിലും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ തന്നെ. പൗവശാലിയെ എങ്കിലും അദ്ദേഹത്തിന് ഭൗതിക ശരീരം സ്വീകരിക്കേണ്ടി വന്നു. ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ ഔദിക ദൃഷ്ടിയിൽ പരമസത്യം നിർഗുണമത്രേ. തന്റെ ആ നിർഗുണഭാവത്തിൽ നിന്ന് കൃഷ്ണൻ ഭൗതിക തത്വത്തിൽ ചേരുന്നതായ ഒരു ഗുണരൂപം സ്വീകരിച്ചതായി അവർ കരുതുന്നു. ഭഗവാനെ കുറിച്ചുള്ള ഭൗതിക നിഗമനമാണിത്. ചിലത് വെറും ഊഹാപോഹങ്ങളാണ്. ജ്ഞാനാന്വേഷികളും കൃഷ്ണനെ പറ്റി ഗവേഷണം ചെയ്യാറുണ്ട്. കൃഷ്ണനേക്കാൾ വിശ്വരൂപത്തിന് അവർ പ്രാധാന്യം നൽകുന്നു. അർജുനന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട കൃഷ്ണന്റെ വിശ്വരൂപം കൃഷ്ണരൂപത്തേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ചിലർ വിചാരിക്കുന്നു. ഭഗവാന്റെ വ്യക്തിരൂപം അവർക്കൊരു ഭാവനാ സൃഷ്ടി മാത്രം. അന്തിമ വിശകലനത്തിൽ പരമസത്യം ഒരു വ്യക്തിയാകാൻ വയ്യത്രേ. എന്നാൽ അതീന്ദ്രിയ പ്രക്രിയയെക്കുറിച്ച് ഭഗവത്ഗീത 4-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. പ്രമാണികരിൽ നിന്ന് കൃഷ്ണനെ പറ്റി കേൾക്കുക, അതാണ് യഥാർത്ഥ വൈദിക പ്രക്രിയ. വൈദിക പരമ്പരയിൽപ്പെട്ടവർ പ്രമാണികരിൽ നിന്ന് കൃഷ്ണ ചരിതങ്ങൾ കേൾക്കുന്നു. അങ്ങനെ ആവർത്തിച്ചുള്ള കഥാശ്രവണത്താൽ കൃഷ്ണൻ അവർക്ക് പ്രിയപ്പെട്ടവനായി തീരുന്നു. ഭഗവാൻ യോഗമായയിൽ ആവൃതമായിരിക്കുന്നുവെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. അദ്ദേഹത്തെ എല്ലാവർക്കും കാണാൻ കഴിയില്ല. ഭഗവാൻ സ്വയം ആർക്ക് പ്രത്യക്ഷനാകുന്നുവോ അയാൾക്ക് മാത്രമേ ദൃശ്യനാകുന്നുള്ളൂ എന്ന് വൈദിക സാഹിത്യം ഊന്നിപ്പറയുന്നു. സ്വയം സമർപ്പിതനാകുന്ന ഒരു ജീവന് പരമസത്യം പ്രത്യക്ഷമാകും. ആധ്യാത്മിക പ്രവണതയുള്ളവർക്ക് നിരന്തരമായ കൃഷ്ണാവബോധം കൊണ്ടും ഭക്തിവിരുദ്ധമായ ഭഗവത് സേവനം കൊണ്ടും ദിവ്യദർശന ശക്തി ലഭിക്കും. കൃഷ്ണൻ പ്രത്യക്ഷനാകും. അങ്ങനെയുള്ള സാക്ഷാത്കാരം ദേവന്മാർക്ക് പോലും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അവർക്കും കൃഷ്ണനെ തികച്ചും മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഉത്കൃഷ്ടരായ ദേവന്മാർ കൃഷ്ണന്റെ ദ്വിഭുജ ആകൃതി കാണാൻ ആഗ്രഹിച്ചു.
ആഗ്രഹിച്ചു കഴിഞ്ഞു. കൃഷ്ണന്റെ വിശ്വരൂപം കാണാൻ സാമാന്യ ജനങ്ങൾക്ക് പ്രയാസമുണ്ട്. അതിലുമേറെ പ്രയാസമുള്ളതാണ് അദ്ദേഹത്തെ ശ്യാമസുന്ദര മൂർത്തിയായി കാണുന്നത് എന്ന് സാരം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ പ്രഭുജി ഹരേ. ഹരേ കൃഷ്ണ. താങ്ക് യു ശിവരാമൻ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാൻ ആ ശ്രീകൃഷ്ണ രൂപത്തിന്റെ ശ്രീകൃഷ്ണ രൂപം ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യമാണ് എന്നിവിടെ അർജുന് പറഞ്ഞു കൊടുക്കുകയാണ്. സുദുർദർശമിതം രൂപം ദൃഷ്ടവാനസി എന്മമ ദേവാപ്യസ്യ രൂപസ്യ നിത്യം ദർശന കാംക്ഷണ. ഭഗവാന്റെ ഈ ശ്രീകൃഷ്ണ രൂപത്തിനെ കുറിച്ച് ഭഗവാൻ പറയുന്നത് സുദുർദർശം എന്നാണ്. ദുർദർശം എന്ന് പറഞ്ഞാൽ തന്നെ കാണാൻ വലിയ പ്രയാസമുള്ളത് എന്നാണ്. സുദുർദർശം എന്നാണ് ഇവിടെ പറയുന്നത്. കാണാൻ ഏറ്റവും പ്രയാസമുള്ള രൂപമാണ് ഭഗവാന്റെ ഈ ശ്രീകൃഷ്ണ രൂപം. കൃഷ്ണ രൂപത്തിൽ ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രയാസമുള്ളതാണ്. ദേവന്മാർക്ക് പോലും അത് അത്ര എളുപ്പമല്ല എന്ന് ഇവിടെ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. ദേവാപ്യസ്യ രൂപസ്യ നിത്യം ദർശന കാംക്ഷണ. ദേവന്മാർ പോലും കാണാൻ കൊതിക്കുന്ന രൂപമാണ് ഈ ശ്രീകൃഷ്ണ രൂപം എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് പോലും അത്ര എളുപ്പത്തിൽ ഈ ഒരു ശ്രീകൃഷ്ണ രൂപത്തിൽ, കൃഷ്ണ രൂപത്തിൽ ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവർക്ക് മിക്കവാറും പ്രത്യക്ഷമാകുന്നത് ഭഗവാന്റെ ചതുർഭുജ നാരായണ രൂപമാണ്. അല്ലെ, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരൊക്കെ ഭഗവാനെ സാധാരണഗതിയിൽ ചതുർഭുജ നാരായണ രൂപത്തിലാണ് ആരാധിക്കുന്നത്. പക്ഷെ ഈ ശ്രീകൃഷ്ണ രൂപത്തിനെ കുറിച്ചുള്ള അറിവ് ദേവന്മാർക്ക് പോലും വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. അവർക്ക് പോലും ഭഗവാൻ കൃഷ്ണ രൂപത്തിൽ സാധാരണഗതിയിൽ പ്രത്യക്ഷരാകുന്നില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കാൻ പോകുന്ന സമയത്ത് ദേവകിയുടെ ഗർഭാവസ്ഥയിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്നറിഞ്ഞ് ദേവന്മാരെല്ലാവരും മഹാദേവന്റെ നേതൃത്വത്തിൽ ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ദേവന്മാരെല്ലാവരും, നാരദ മഹർഷിയും എല്ലാവരും ചേർന്ന് ദേവകിയും വസുദേവനും താമസിക്കുന്ന കാരാഗൃഹത്തിൽ വന്നിട്ടുള്ളത്. അവരിടയ്ക്കിടയ്ക്ക് ദേവന്മാർ വരുമായിരുന്നു എന്നാണ് പറയുന്നത്. ദേവകിയുടെ ഗർഭത്തിൽ ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് ദേവന്മാർ ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്താറുണ്ടായിരുന്നു. അപ്പോൾ ദേവകിയുടെ ഗർഭത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ അവർ വന്നു. അവർക്ക് നേരിട്ട് ആ സമയത്ത് ഭഗവാനെ കാണാൻ സാധിച്ചില്ല. പക്ഷേ ആ കൃഷ്ണരൂപത്തിൽ ആകൃഷ്ടരായിട്ടാണ് അവരൊക്കെ വന്നിട്ടുള്ളത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് വന്നിട്ടുണ്ട് എന്ന് കേട്ടാണ് ആ ദേവന്മാരൊക്കെ അവിടെ വന്നിട്ടുള്ളത്. വരികയും ദേവന്മാർ ഭഗവാനെ കുറിച്ച് സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട്. വിശദമായിട്ടുള്ള സ്തുതി നമുക്ക് ഭാഗവതം ദശമ സ്കന്ധത്തിൽ കാണാൻ സാധിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണൻ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ അവർ വന്ന് ആ ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്. അത്രയ്ക്കും അവരെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു രൂപമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ യുഗങ്ങളിലും അവതരിക്കുന്നില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിന്റെ പകലിൽ 1000 യുഗങ്ങൾ ചേരുന്ന സമയത്ത് ഒരു പ്രാവശ്യം മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. വരണമെന്ന് നിർബന്ധമില്ല, പക്ഷെ സാധ്യതയുള്ളത് ഒരു പ്രാവശ്യം മാത്രമാണ്. അല്ല, ബ്രഹ്മാവിന്റെ പകലിൽ 1000 യുഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു എല്ലാ യുഗങ്ങളിലും ഭഗവാൻ അവതരിക്കുന്നുണ്ട് എന്നും ഭഗവാൻ പറയുന്നുണ്ട്. പരിത്രാണായ സാധുന വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. യുഗം തോറും ഞാൻ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് അവതരിക്കുന്നു എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പ്രഖ്യാപിക്കുന്നത്. പക്ഷെ ആ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് വരേണ്ട യാതൊരു ആവശ്യമില്ല. ഭഗവാന്റെ വിസ്തരണമായിട്ടുള്ള നാരായണ രൂപങ്ങളാണ് സാധാരണഗതിയിൽ ഓരോ യുഗത്തിലും അവതരിക്കുന്നത്. അത് ക്ഷീരോദകശായ വിഷ്ണുവിന്റെയോ അല്ലെങ്കിൽ ഗർഭോദകശായ വിഷ്ണുവിന്റെയോ വിസ്തരണങ്ങളാണ് സാധാരണഗതിയിൽ ഭൂമിയിൽ അവതരിക്കുന്നത്. ഈ ഒരു ശ്രീകൃഷ്ണ രൂപത്തിൽ സ്വയം ഭഗവാൻ പ്രത്യക്ഷനാകുന്നത് വളരെ
റെയറാണ്, വളരെ ദുർലഭമാണ് എന്നാണ് ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ വാക്ക് ഉപയോഗിച്ചത് എന്ന് ഇവിടെ ശ്രീല പ്രഭുപാദർ ആ വാക്കിനെ കുറിച്ച് ഭാവാർത്ഥത്തിൽ എടുത്തു പറയുന്നുണ്ട്. സുദുർദർശമിതം രൂപം. സുദുർദർശം എന്ന് പറഞ്ഞിട്ടുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപത്തിനെ കുറിച്ച് തന്നെയാണ്. കാരണം കഴിഞ്ഞ ശ്ലോകത്തിൽ അർജുനൻ പറഞ്ഞിട്ടുള്ളത് ഈ ശ്രീകൃഷ്ണ രൂപത്തിനെ കുറിച്ചാണ്, വിശ്വരൂപത്തിനെ കുറിച്ചല്ല. അല്ലെ? എന്താണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്? ദൃഷ്ട്വേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന. ഞാനിപ്പോൾ കാണുന്നത് എന്താണ്? അങ്ങയുടെ ഏറ്റവും സുന്ദരമായിട്ടുള്ള, തവ സൗമ്യം, ഏറ്റവും സുന്ദരമായിട്ടുള്ള മനുഷ്യൻ രൂപമാണ്. മനുഷ്യം രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൈകൾ ഉള്ള ആ ഒരു ശ്രീകൃഷ്ണ രൂപമാണ് ഞാനിപ്പോൾ കാണുന്നത് എന്ന് അർജുനൻ പറഞ്ഞതിന് ശേഷമാണ് ആ രൂപത്തിനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞത്. സുദുർദർശം ഇതം രൂപം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നീ കാണുന്ന ഈ രൂപം. അല്ലെ? നമ്മൾ വിശ്വരൂപത്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഈ ശ്ലോകം കറക്റ്റായിട്ടുള്ള ഗുരുപരമ്പരയിലൂടെ അല്ലാതെ ഇങ്ങനെ ശ്രീല പ്രഭുപാദർ പറഞ്ഞു തരുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താണ് സാധാരണ വിചാരിക്കുക? ഇത് വിശ്വരൂപത്തിനെ കുറിച്ച് പറയുന്നതാണ് എന്ന് വിചാരിക്കും. കാരണം എന്താണ്? ഈ അധ്യായം വിശ്വരൂപമാണ്. അതുകൊണ്ട് വിശ്വരൂപത്തിനെ കുറിച്ചാണ് ഈ സുദുർദർശം എന്ന് പറയുന്നത് എന്ന് സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല എന്നിവിടെ നമ്മൾക്ക് ശ്രീല പ്രഭുപാദർ വ്യക്തമാക്കി തരുന്നുണ്ട്. നമ്മൾ വായിക്കുമ്പോഴും നമ്മൾക്കത് മനസ്സിലാവും. നേരത്തെ ശ്ലോകം ഈ മാനുഷ രൂപത്തിനെ കുറിച്ചാണ് അർജുനൻ പറഞ്ഞിട്ടുള്ളത്. ദൃഷ്ടേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന. ഇപ്പോൾ ഞാൻ കാണുന്നത് അങ്ങയുടെ ഈ മാനുഷ രൂപമാണ്, അതാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ളത്. തവ സൗമ്യം ജനാർദ്ദന എന്ന് അർജുനൻ പറഞ്ഞതിന് ശേഷമാണ് ഭഗവാൻ പറയുന്നത് സുദുർദർശം ഇതം രൂപം. നീ ഇപ്പോൾ കാണുന്ന ഈ രൂപം അതേത് രൂപമാണ്? ഈ ശ്രീകൃഷ്ണ രൂപം സുദുർദർശമാണ്. അത് ദേവന്മാർ പോലും കാണാൻ കൊതിക്കുന്ന രൂപമാണ് എന്ന് പറയും. അല്ലെ? ദേവന്മാർ മാത്രമല്ല, ഭഗവാൻ വിഷ്ണു പോലും കാണാൻ കൊതിച്ചിട്ടുള്ള രൂപമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം എന്നാണ് പറയുന്നത്. അല്ലെ? അതുകൊണ്ട് ഭഗവാൻ അവതരിച്ചതിന് ശേഷം ദേവന്മാരെല്ലാവരും അവരുടെ ലോകത്തിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. വരുണദേവൻ വസുദേവർ യമുന നദിയിൽ കുളിക്കുന്ന സമയത്ത് വരുണ ലോകത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. കാരണം എന്താണ്? വസുദേവരെ രക്ഷിക്കുന്നതിനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ വരും എന്ന് വരുണദേവൻ അറിയാം. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വരുണ ലോകത്തിൽ എത്തിച്ചേർന്നു. അതേപോലെ വൈകുണ്ഠ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ ഭഗവാൻ സന്താന ഗോപാലം ലീല ചെയ്തു. അല്ലെ? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം ഭഗവാൻ ശ്രീകൃഷ്ണൻ വൈകുണ്ഠ ലോകത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ വിഷ്ണു ചെയ്തിട്ടുള്ള രൂപമാണ്, ലീലയാണ്. അപ്പോൾ ദേവന്മാർ പോലും കാണാൻ കൊതിക്കുന്ന ആ ഒരു രൂപമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദുർദർശമായിട്ടുള്ള രൂപം എന്നിവിടെ ഭഗവാൻ തന്നെ പ്രഖ്യാപിക്കുന്നു. അത്രയ്ക്കും കാണാൻ പ്രയാസമുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ദേവന്മാർക്ക് പോലും ആ ഒരു ദർശനം കിട്ടുന്നില്ല എന്നിവിടെ ശ്രീല പ്രഭുപാദർ എടുത്തു പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ. അങ്ങനെയുള്ള സാക്ഷാത്കാരം ദേവന്മാർക്ക് പോലും ലഭ്യമല്ല. ദേവന്മാർ സാധാരണഗതിയിൽ വിഷ്ണു ആരാധനയാണ് ചെയ്യുന്നത്, വിഷ്ണു പൂജയാണ് ദേവന്മാർ ചെയ്യുന്നത്. കാരണം അവർക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടി വിഷ്ണു പൂജ ചെയ്തു കഴിഞ്ഞാൽ അത് നിവർത്തിക്കപ്പെടും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ സാധാരണഗതിയിൽ വിഷ്ണുവിനെയാണ് ആരാധിക്കുന്നത്. കൃഷ്ണൻ എന്നുള്ള ആ ഒരു ദർശനം, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദർശനം കിട്ടുന്നത് ദേവന്മാർക്ക് പോലും സാധാരണഗതിയിൽ ദുർലഭമാണ് എന്ന് ഇവിടെ ശ്രീല പ്രഭുപാദർ പറഞ്ഞു തരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ദർശനം കിട്ടുന്നത്? കൃഷ്ണാബോധത്തിലൂടെയാണ് നമ്മൾക്ക് ഈ ഒരു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദർശനം കിട്ടുന്നത് എന്ന് പറഞ്ഞു തരുന്നത്. കൃഷ്ണാബോധമുള്ളവർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ സേവിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കൃഷ്ണരൂപം പ്രത്യക്ഷമാവുകയുള്ളൂ എന്ന് പറയുന്നു. അതത്ര എളുപ്പമല്ല എന്ന് പറയും. അല്ലെ? ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഭാഗവതം ആദ്യമായിട്ട് സുഖദേവ് ബ്രഹ്മർഷിയിൽ നിന്ന് കേട്ടിട്ടുള്ള പരീക്ഷിത്ത് മഹാരാജാവിന് പോലും ആദ്യം ലഭിച്ചിട്ടുള്ളത് നാരായണ രൂപത്തിലുള്ള ദർശനമാണ്. ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ
ചതുർഭുജ നാരായണ രൂപത്തിലുള്ള ദർശനമാണ് പരീക്ഷിത് മഹാരാജാവിന് ലഭിച്ചിട്ടുള്ളത്. ആ ഗദ ചുഴറ്റിക്കൊണ്ട് തന്നെ സംരക്ഷിക്കുന്ന രൂപം, അതാണ് പരീക്ഷിത് മഹാരാജാവ് കണ്ടിട്ടുള്ളത്. അപ്പൊ വളരെ റയറാണ്, വളരെ അപൂർവമാണ് കൃഷ്ണ ദർശനം എന്നാണ് പറയുന്നത്. അത് എത്ര എളുപ്പത്തിൽ ലഭിക്കുന്നതല്ല. അല്ല, നമ്മൾ സാധാരണ ഗതിയിൽ ചില ആളുകൾ പറയും, എനിക്ക് കൃഷ്ണനെ കാണാൻ സാധിച്ചു, ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ നിൽക്കുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്റെ മുന്നിൽ വന്നു, എനിക്ക് പായസം തന്നു എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ അവരുടെ ഒരു സങ്കല്പം മാത്രമാണ്. ഒരു പ്രാവശ്യം നമ്മൾക്ക് കൃഷ്ണ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവൻ മാറും. നമ്മൾക്ക് ഒരിക്കലും അത് മറക്കാൻ സാധിക്കുകയില്ല. അത്രയ്ക്കും വലിയ മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാരണം ദേവന്മാർക്ക് പോലും ലഭിക്കാത്ത ദർശനമാണ് ശ്രീകൃഷ്ണ ദർശനം എന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഭഗവാൻ തന്നെ അതാണ് പറഞ്ഞു തരുന്നത്. ആധ്യാത്മിക പ്രവണതയുള്ളവർക്ക് നിരന്തരമായ കൃഷ്ണാവബോധം കൊണ്ടും ഭക്തിഭരിതമായ ഭഗവത് സേവനം കൊണ്ടും ദിവ്യദർശന ശക്തി ലഭിക്കും. കൃഷ്ണൻ പ്രത്യക്ഷനാകും, കൃഷ്ണനെ കാണാൻ കഴിയും. ദുർദർശമാണെങ്കിൽ പോലും കൃഷ്ണനെ കാണാൻ സാധിക്കും. ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഭഗവാന്റെ ദർശനം സാധ്യമാണ് എന്ന് തന്നെയാണ് അവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നത്. അതിനുള്ള വഴികളെ കുറിച്ചും ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. നിരന്തരമായി ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മാർഗം ശ്രീല പ്രഭുപാദരൻ നിർദ്ദേശിക്കുന്നത്. നിരന്തരമായി ഭഗവാനെ കുറിച്ച് കേൾക്കുക, പ്രാമാണികരിൽ നിന്ന് കൃഷ്ണനെ പറ്റി കേൾക്കുക, ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുക. അല്ലാതെ ഏത് ലീലകളാണ്? ശ്രീമദ് ഭാഗവതത്തിലാണ് ഭഗവാന്റെ ലീലകൾ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പൊ ശ്രീമദ് ഭാഗവതം നിരന്തരമായി ശ്രവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണഭക്തി ഉണ്ടാവുകയും കൃഷ്ണ ദർശനം സാധ്യമാവുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാത്തവർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ വ്യക്തി മാത്രമാണ്, ഒരു ചരിത്ര പുരുഷൻ. പണ്ട് ജനിച്ചിരുന്നു, കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് സിദ്ധികളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയുള്ളവരെയാണ് ഭഗവത്ഗീതയിൽ മൂഢന്മാർ എന്ന് പറയുന്നത്. ഭഗവാനെ ഒരു ചരിത്ര പുരുഷനായിട്ട് അല്ലെങ്കിൽ ഒരു മഹാനായ വ്യക്തിയായിട്ട് കാണുന്ന ആളുകളെ ഭഗവത്ഗീത പറയുന്നത് മൂഢന്മാരാണ് എന്നാണ്. അവജാനന്തി മാമൂഢ മാനുഷീം തനുമാസിൽ. പരമപുരുഷനായിട്ടുള്ള ഭഗവാനാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. ആ ഭഗവാനെ ഒരു വലിയ വ്യക്തിയായിട്ട് കണക്കാക്കുന്നത് മൂഢന്മാരാണ്. ഇനി ചില വ്യക്തികൾ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിച്ച് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ആ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കും കൃഷ്ണരൂപത്തിൽ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നിവിടെ ശ്രീല പ്രഭുപാദർ പറഞ്ഞു തരുന്നുണ്ട്. അവർക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള രൂപമായി തോന്നുന്നത് ഭഗവാന്റെ വിശ്വരൂപമാണ് എന്ന് പറയും. 9ാമത്തെ അധ്യായത്തിൽ ആ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ജ്ഞാനമാർഗത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശ്രീകൃഷ്ണ രൂപത്തിൽ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഭക്തിമാർഗത്തിലൂടെ മാത്രമേ ശ്രീകൃഷ്ണ രൂപത്തിൽ അവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ വിശ്വരൂപമാണ് ഏറ്റവും ഉന്നതമായത് എന്നാണ് കരുതുക എന്ന് 9ാമത്തെ അധ്യായത്തിൽ 15ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ജ്ഞാനയജ്ഞേന ചാപ്യന്നെ യജന്തോ മാം ഉപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോമുഖം. ജ്ഞാനയജ്ഞത്തിൽ ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിച്ച് അവർക്ക് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു രൂപം, അതിലാണ് ആകർഷണം ഉണ്ടാകുന്നത്. അതാണ് ഏറ്റവും വലുത് എന്നാണ് അവര് വിചാരിക്കുന്നത്. ഭഗവാൻ ഇങ്ങനെ ഒരു വ്യക്തിയാണ്, മാനുഷിക രൂപത്തിലുള്ള ഒരു വ്യക്തിയാണ് എന്നും അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി വന്നിട്ടുള്ളത് ഒരു വ്യക്തിയിൽ നിന്നാണ് എന്നുള്ള ഒരു ബോധം അവർക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഭക്തിയിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് നിരന്തരമായിട്ട് നമ്മൾ ഭഗവാനെ കുറിച്ച് ഭാഗവതത്തിൽ നിന്ന് ശ്രവിക്കുകയാണ് വേണ്ടത്. അതാണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള, കൃഷ്ണതത്വം മനസ്സിലാക്കാനുള്ള മാർഗം എന്ന് പറയും. ഇപ്പൊ ഭഗവത്ഗീതയിൽ 3 തത്വത്തിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ആത്മതത്വം, പരമാത്മതത്വം, അതേപോലെ കൃഷ്ണതത്വവും പറയുന്നു. അതിൽ ഏറ്റവും രഹസ്യമായിട്ടുള്ളതാണ് കൃഷ്ണതത്വം. ആത്മതത്വം സാധാരണഗതിയിൽ ആത്മീയമായിട്ട് കുറച്ച് ഉയർന്നവർക്കൊക്കെ മനസ്സിലാവും. എന്താണ് ആത്മതത്വം? ഞാൻ ശരീരമല്ല, ഞാൻ ജീവാത്മാവാണ്. ഈ ശരീരം നശിച്ചു കഴിഞ്ഞാലും ഞാൻ നിലനിൽക്കുന്നുണ്ട്. മരണത്തോടു കൂടി ആത്മാവ് നശിച്ചു പോകുന്നില്ല.
ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നൊക്കെ ആത്മതത്വത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം, അതാണ് ആത്മതത്വത്തിൽ മനസ്സിലാക്കുന്നത്. പിന്നീട് പരമാത്മതത്വം, ഈശ്വരന്റെ പരമാത്മരൂപം എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ജ്ഞാനം, ഓർമ്മശക്തി, മറവിശക്തി, ഇതൊക്കെ നൽകുന്നത് പരമാത്മാവാണ്. എല്ലാവരെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് മാർഗനിർദ്ദേശം നൽകുന്നത് പരമാത്മാവാണ്. ആ പരമാത്മാവ് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പരമാത്മാവിന്റെ കൈകളും കാലുകളും വിശ്വം മുഴുവൻ ഉണ്ട് എന്നുള്ളത് പരമാത്മതത്വമാണ്, പരമാത്മാവിനെ കുറിച്ചുള്ള അറിവാണ്. അതിനേക്കാൾ ഏറ്റവും രഹസ്യമാണ് കൃഷ്ണതത്വം. ഭഗവാൻ ശ്രീകൃഷ്ണൻ, വിഭുജരൂപത്തിലുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാറ്റിന്റെയും ഉറവിടം. ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദ്വിഭുജ രൂപത്തിൽ നിന്നാണ് എല്ലാ രൂപങ്ങളും ഉണ്ടായി വന്നിട്ടുള്ളത്. ചതുർഭുജ നാരായണ രൂപങ്ങൾ പോലും വന്നിട്ടുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും രഹസ്യമായിട്ടുള്ള തത്വം, അല്ലെ? ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ഗുരുപരമ്പരയിലൂടെ മാത്രമേ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഒരു ഗുരുവിൽ നിന്ന് മാത്രമേ, ആധികാരികമായിട്ടുള്ള ഗുരുവിൽ നിന്ന് മാത്രമേ നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് 4-ാമത്തെ അധ്യായത്തിൽ അത് അറിയണമെങ്കിൽ നീ ഒരു ഗുരുവിനെ സമീപിക്കണം എന്ന് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായത്. തദ്വിധി, അതറിയണമെങ്കിൽ, ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. കൃഷ്ണതത്വം അറിയണമെങ്കിൽ തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ, നീ വിനയത്തോടു കൂടി ഒരു ഗുരുവിനെ സമീപിച്ച്, ആധ്യാത്മിക ഗുരുവിനെ, കൃഷ്ണതത്വം അറിയുന്ന ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് അദ്ദേഹത്തിന് സേവ ചെയ്ത് കഴിഞ്ഞാൽ, അതുകൊണ്ട് ആ സേവയിൽ തൃപ്തനാകുന്ന ഗുരു നിനക്ക് ജ്ഞാനം ഉപദേശിക്കും എന്നാണ് ആ കൃഷ്ണതത്വം മനസ്സിലാക്കാനുള്ള മാർഗമായിട്ട് ഭഗവാൻ പറയുന്നത്. അല്ലാതെ ഊഹാപോഹങ്ങളിലൂടെയോ ഭഗവത്ഗീത കടയിൽ നിന്ന് വാങ്ങിയത് കൊണ്ടോ നമുക്ക് ഒരിക്കലും കൃഷ്ണതത്വം വാങ്ങി വായിച്ചത് കൊണ്ടോ കൃഷ്ണതത്വം നമുക്ക് മനസ്സിലാക്കി, അല്ലെങ്കിൽ ചർച്ച ചെയ്തത് കൊണ്ടോ മനസ്സിലാക്കുകയില്ല. പണ്ഡിതന്മാർ, സംസ്കൃത ശ്ലോകമൊക്കെ അറിയുന്ന പണ്ഡിതന്മാർ തമ്മിൽ വലിയ വലിയ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചത് കൊണ്ടോ കൃഷ്ണതത്വം ഒരിക്കലും മനസ്സിലാകുകയില്ല. കാരണം അത് ഏറ്റവും രഹസ്യമാണ്. 9-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, എന്താണ്? രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇതം ഉത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമഭ്യം. ഇത് ഏറ്റവും രഹസ്യമാണ്, രാജഗുഹ്യമാണ്. ഗുരുപരമ്പരയിലൂടെ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ശ്രീലപ്രഭുപാദർ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിപ്പിച്ചു തരുന്ന ഗുരുവാണ് ശ്രീലപ്രഭുപാദർ. അതുകൊണ്ടാണ് നമുക്ക് കുറച്ചെങ്കിലും ആ കൃഷ്ണതത്വത്തിനെ കുറിച്ച് ഇത്ര ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, വേദാധ്യയനം കൊണ്ടോ അല്ലെങ്കിൽ തപസ് കൊണ്ടോ ദാനം കൊണ്ടോ യജ്ഞം കൊണ്ടോ ഒന്നും ഭഗവാന്റെ ഈ ശ്രീകൃഷ്ണ രൂപത്തിനെ കാണാൻ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നാഹം വേദേർന തപസാ ന ദാനേന നച്ഛേജയ ശക്യ ഏവം വിധോ ദ്രഷ്ടം ദൃഷ്ടവാനസി മാം യഥാ. അതീന്ദ്രിയ ദൃഷ്ടിയാൽ നീ കാണുന്ന ഈ രൂപം വേദാധ്യയനം കൊണ്ടോ തപശ്ചര്യ കൊണ്ടോ ദാനയജ്ഞാദികളാലോ കൈവരാവുന്നതല്ല. അവയൊന്നും കൊണ്ടല്ല എന്റെ യഥാർത്ഥ രൂപം ഒരാൾക്ക് പ്രത്യക്ഷമാകുന്നത്. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, എങ്ങനെയാണ് പിന്നെ ഭഗവാൻ പ്രത്യക്ഷനാകുന്നത്, എങ്ങനെയാണ് കൃഷ്ണതത്വം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് കൃഷ്ണരൂപം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഭക്ത്യാ തുനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഭക്തിയിലൂടെ മാത്രമേ, പ്രിയപ്പെട്ട അർജുന, എന്നിൽ ഏകാഗ്രമായ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ഇപ്പോൾ കാണുന്ന മട്ടിൽ നേരിട്ട് കാണാനും അറിയാനും സാധിക്കുകയുള്ളൂ.
ഈ മാർഗത്തിൽ കൂടെ മാത്രമേ എൻ്റെ നിഗൂഢതയിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ഈ 2 ശ്ലോകത്തിന്റെ ഭാവാർത്ഥം കൂടി വായിക്കാം. ആരാണ്? ആര്യമാതാജി വായിച്ചോ. ഹരേ കൃഷ്ണ. ശ്ലോകം 53. നാഹം വേദേന തപസാ ന ദാനേന ചേജ്ജയാ ശക്യ ഏവം വിദോ ദ്രഷ്ടും ദൃഷ്ടവാനസി മാം യഥാ. അതീന്ദ്രിയ ദൃഷ്ടിയാൽ നീ കാണുന്ന ഈ രൂപം വേദാധ്യയനം കൊണ്ടോ തപശ്ചര്യ കൊണ്ടോ ദാനയജ്ഞങ്ങളിലാലോ ദാനയജ്ഞാദികളാലോ കൈവരാവുന്നതല്ല. അവയൊന്നും കൊണ്ടല്ല എന്റെ ഈ യഥാർത്ഥ രൂപം ഒരാൾക്ക് പ്രത്യക്ഷമാവുന്നത്. ഭാവാർത്ഥം. ദിവ്യപൂജ്യ ശ്രീ ശ്രീമതേ സി ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ ശ്രീല പ്രഭാദർ കി ജയ്. കൃഷ്ണൻ ദേവകി വസുദേവന്മാരുടെ മുന്നിൽ ചതുർഭുജാകൃതിയിലാണ് ആദ്യം ആവിർഭവിച്ചത്. പിന്നീട് ദ്വിഭുജാകൃതിയിലായി. ഈ രഹസ്യം മനസ്സിലാക്കാൻ നാസ്തികർക്കും ഭക്തി സാധന അനുഷ്ഠിക്കാത്തവർക്കും പ്രയാസമാണ്. വ്യാകരണ ജ്ഞാനം കൊണ്ടും വെറും പാണ്ഡിത്യം കൊണ്ടും മാത്രം വൈദിക സാഹിത്യ പഠനം നിർവഹിച്ചവർക്ക് കൃഷ്ണനെ അറിയാനാവില്ല. പേരിനു വേണ്ടി ക്ഷേത്രങ്ങളിൽ പോയി കൃഷ്ണനെ ആരാധിക്കുന്നവർക്കും അങ്ങനെ തന്നെ. അവർ ക്ഷേത്രത്തിൽ പോയാലും കൃഷ്ണന്റെ യാഥാർത്ഥ്യം അറിയാറില്ല. ഭക്തിപൂർവകമായ സേവനം കൊണ്ടേ കൃഷ്ണനെ അറിയാൻ കഴിയൂ. അടുത്ത ശ്ലോകത്തിൽ കൃഷ്ണൻ തന്നെ ഇക്കാര്യം വിശദീകരിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്. അപ്പൊ ഭഗവാൻ പ്രഖ്യാപിക്കുന്നത് സാധാരണ ഭൗതികമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ വേദപഠനം കൊണ്ട്, തപസ്സുകൊണ്ട്, വേദ പാണ്ഡിത്യം കൊണ്ട്, സംസ്കൃത ശ്ലോകങ്ങളെല്ലാം അറിയാം. സംസ്കൃത ശ്ലോകങ്ങൾ അറിഞ്ഞ് പുരാണങ്ങളും എല്ലാം വേദങ്ങളും എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചയിലൂടെയും നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല, അല്ലെ? ആ ചർച്ചയിൽ പോലും ആളുകൾ പറയുന്നത് കേൾക്കാം, ഭഗവാൻ പരമപുരുഷനാണെങ്കിൽ പോലും ഭൂമിയിൽ അവതരിച്ചത് കൊണ്ട് അദ്ദേഹത്തിനും കർമ്മ നിയമങ്ങൾ അനുസരിക്കേണ്ടി വന്നു, അദ്ദേഹത്തിനും ശാപമേൽക്കേണ്ടി വന്നു എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്, അല്ലെ? അത് അവർക്ക് ഭഗവാന്റെ തത്വം മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്, അല്ലെ? ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് പോലും കർമ്മ നിയമങ്ങൾ അനുസരിക്കേണ്ട ആവശ്യമില്ല. അവർ കർമ്മ നിയമങ്ങളുടെ പുറത്തു വരുന്നു. ആംശയോ അഭിവിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീത്യേതാൻ ബ്രഹ്മഭൂയായ കൽപ്പന. ഭഗവാന്റെ ഭക്തന്മാർ പോലും കർമ്മ നിയമങ്ങൾക്ക് പുറത്തു വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഭഗവാന് കർമ്മ നിയമങ്ങൾ അനുസരിക്കേണ്ടി വരുന്നത്? നമാം കർമാണി ലിംബന്തി നമ്മെ കർമ്മഫലേ സ്പൃഹ എന്ന് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നത്. ഈ ഭൗതിക ലോകത്തിലെ കർമ്മങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല എന്ന് ഭഗവത്ഗീതയിൽ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഭൗതിക പാണ്ഡിത്യത്തിലൂടെ ഭഗവാനെ നോക്കുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കൃഷ്ണതത്വം ഒരിക്കലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. വ്യാകരണ ജ്ഞാനം കൊണ്ടും വെറും പാണ്ഡിത്യം കൊണ്ടും മാത്രം വൈദിക സാഹിത്യ പഠനം നിർവഹിച്ചവർക്ക് കൃഷ്ണനെ അറിയാനാവില്ല, അല്ലെ? ഗുരുപരമ്പരയിലൂടെയാണ് കൃഷ്ണനെ മനസ്സിലാക്കേണ്ടതെന്ന് ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോവിധം. ഗുരുപരമ്പരയിലൂടെ മാത്രമേ നമുക്ക് ആ കൃഷ്ണതത്വം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പേരിനു വേണ്ടി ക്ഷേത്രങ്ങളിൽ പോയി കൃഷ്ണനെ ആരാധിക്കുന്നവർക്കും അങ്ങനെ തന്നെ, അല്ലെ? നമ്മൾ പറയാറുണ്ട് കേരളത്തിൽ ഈ കൃഷ്ണഭക്തിയിലേക്ക് വരുന്ന ആളുകൾ വളരെ കുറവാണ് എന്ന് മറ്റ് ഇസ്കോൺ ഡിവോട്ടീസ് മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്. കേരളത്തിൽ അത്ര സാധ്യത കുറവാണ്, ആളുകളൊക്കെ കുറവാണ്. അപ്പോൾ അവർ ചോദിക്കും, ഇതാ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ടല്ലോ. അവരെ കുറിച്ചാണ് ഇവിടെ ശ്രീല പ്രഭാതർ പറയുന്നത്. എന്താണ്? പേരിനു വേണ്ടി ക്ഷേത്രങ്ങളിൽ പോയി കൃഷ്ണനെ ആരാധിക്കുന്നവർക്കും അങ്ങനെ തന്നെ. കൃഷ്ണനെ അറിയാൻ വേണ്ടിയിട്ടല്ല അവർ ഗുരുവായൂരേക്ക് വരുന്നത്, അല്ലെ? അവർക്ക് അവരുടെ പരാതി പറയുന്നതിനും അവരുടെ സങ്കടങ്ങൾ തീർക്കുന്നതിനും വേണ്ടിയിട്ടാണ് അവർ വരുന്നത്, അല്ലെ? കൃഷ്ണൻ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. കൃഷ്ണനോ ദേവിയോ മഹാദേവനോ ആരായാലും വേണ്ടില്ല, എന്റെ പ്രശ്നം തീർന്നാൽ മതി എന്ന് വിചാരിച്ചു വരുന്നതാണ്. അപ്പോൾ ആ കൃഷ്ണതത്വം അറിയുന്നതിന് താൽക്കാലികമായിട്ടുള്ള ക്ഷേത്രാരാധന കൊണ്ട് പോലും സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഭക്തിപൂർവകമായ സേവനം കൊണ്ടേ കൃഷ്ണനെ അറിയാൻ കഴിയൂ. അടുത്ത ശ്ലോകത്തിൽ കൃഷ്ണൻ തന്നെ ഇക്കാര്യം വിശദീകരിക്കുന്നു. അപ്പോൾ ഏത് മാർഗത്തിലൂടെയാണ് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കൃഷ്ണതത്വം മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ഭഗവാൻ തന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അടുത്ത ശ്ലോകം
ഭഗവാൻ ആ മാർഗം വ്യക്തമായി പറയുന്നു. ഭക്ത്യാ തുനന്യയാ ശക്യ അഹമേവം വിദുരോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ശ്ലോകം വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അംബിക മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭക്ത്യാ ത്വം അനന്യയാ ശക്യാഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരം തപ. പ്രിയപ്പെട്ട അർജുന, എന്നിൽ ഏകാഗ്രമായ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ഇപ്പോൾ കാണുന്ന മട്ടിൽ നേരിട്ട് കാണാനും അറിയാനും സാധിക്കുകയുള്ളൂ. ഈ മാർഗത്തിൽ കൂടി മാത്രമേ എന്റെ നിഗൂഢതയിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഏകാഗ്രമായ ഭക്തി സാധന കൊണ്ട് കൃഷ്ണനെ അറിയാൻ കഴിയൂ. ഊഹാപോഹ പ്രക്രിയ കൊണ്ട് ഭഗവത്ഗീത മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആധികാരിത്വമില്ലാത്ത വ്യാഖ്യാതാക്കൾ വൃഥ സമയം പാഴാക്കുകയാണെന്ന് അവരെ അറിയിക്കുകയത്രേ ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ ചെയ്യുന്നത്. കൃഷ്ണൻ ആരെന്നോ അവിടുന്ന് ചതുർഭുജനായി പ്രത്യക്ഷപ്പെടുകയും പിന്നീട് ദ്വിഭുജ രൂപം കൈക്കൊള്ളുകയും ചെയ്തത് എങ്ങനെയെന്നോ ആർക്കും അറിയാൻ സാധിക്കുകയില്ല. വേദാന്ത ചിന്ത കൊണ്ടോ വേദ പഠനം കൊണ്ടോ ഇതറിയാനാവില്ല. അതിനാലാണ് ആർക്കും കൃഷ്ണനെ കാണാനോ ഈ വസ്തുതകൾ ഗ്രഹിക്കാനോ കഴിയില്ലെന്ന് ഇവിടെ തീർത്തു പറയുന്നത്. വൈദിക സാഹിത്യത്തിൽ നിന്ന് ഉത്കൃഷ്ടമായ അറിവ് നേടിയവർക്ക് കൃഷ്ണനെ പറ്റി പല വിധത്തിലും മനസ്സിലാക്കാം. അതിന് നിബന്ധനകൾ പലതുമുണ്ട്. കൃഷ്ണനെ കുറിച്ച് അറിയേണ്ടവർ വൈദിക ഗ്രന്ഥങ്ങളിലുള്ള ആധികാരികമായ നിബന്ധനകളെല്ലാം അനുസരിക്കണം. തദനുസൃതമായ തപസ് അനുഷ്ഠിക്കണം. ഉദാഹരണമായി, ശരിക്കും തപസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ കൃഷ്ണൻ അവതരിച്ച നാളിലും ജന്മാഷ്ടമി നാളിലും 2 ഏകാദശി നാളുകളിലും ഉപവസിക്കണം. ദാനം ലോകമെമ്പാടും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്ന ഭക്തജനങ്ങൾക്ക് നൽകേണ്ടതാണ്. മനുഷ്യരാശിക്ക് ഒരു അനുഗ്രഹമത്രേ കൃഷ്ണാവബോധം. അതിപ്രയത്നം കൊണ്ട് മാത്രം നേടാനാവുന്ന കൃഷ്ണഭക്തിയെ ഉദാരമായി വിതരണം ചെയ്തു പോകുന്ന ചൈതന്യ മഹാപ്രഭുവാണ് ഏറ്റവും അധികം ദാനശീലനായ വ്യക്തിയെന്ന് രൂപ ഗോസ്വാമി പറയുന്നുണ്ട്. കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നവർക്ക് അതിനുതകും വിധം ധനം നൽകുകയാണ് ലോകത്തിലെ ഏറ്റവും മഹത്തായ ദാനം. വിധി പ്രകാരമുള്ള ക്ഷേത്ര ആരാധനയും ഇന്ത്യയിൽ ധാരാളം കൃഷ്ണക്ഷേത്രങ്ങളും വിഷ്ണു ക്ഷേത്രങ്ങളും ഉണ്ട്. ഭഗവത് സേവനത്തിലൂടെ ആത്മീയ പുരോഗതി നേടാനുള്ള ഒരു വഴിയാണ്. ഭക്തി സാധനയുടെ ആദ്യഘട്ടത്തിൽ അത്യാവശ്യമായ ഒന്നാണ് ക്ഷേത്ര ദർശനവും ആരാധനയും. ശ്വേതാശ്വേതരോപനിഷത്ത് 6:23 ഇങ്ങനെ പറയുന്നു: യസ്യ ദേവാ പരാ ഭക്തിർ യഥാ ദേവേ തഥാ ഗുരൗ തസ്യതേ കഥിതാഹ്യർത്ഥ പ്രകാശന്തേ മഹാത്മനഃ. ഗുരുവിലും കൃഷ്ണനിലും അചഞ്ചലമായ വിശ്വാസമുള്ളവനും അങ്ങനെയുള്ള ഗുരുവിനാൽ നയിക്കപ്പെടുന്നവനുമായ ഒരാൾക്ക് പരമദിവ്യോത്തമ പുരുഷന്റെ ദർശനമുണ്ടാകും. മാനസിക വ്യായാമങ്ങൾ കൊണ്ട് ആർക്കും കൃഷ്ണനെ മനസ്സിലാക്കാൻ കഴിയില്ല. വിശ്വാസ്യനായ ഒരു ആത്മീയ ഗുരുവിന്റെ മേൽനോട്ടത്തിലുള്ള പരിശീലനം ലഭിക്കാതെ കൃഷ്ണനെ മനസ്സിലാക്കുവാൻ ആരംഭിക്കുന്നത് പോലും ദുഷ്കരമാണ്. തു എന്ന പദം കൊണ്ട് ഇതിന് മറ്റൊരു പ്രക്രിയ ഉപയുക്തമല്ലെന്നും ഒരിക്കലും വിജയത്തിലെത്തിക്കുകയില്ലെന്നും ഊന്നി പറയുന്നു. കൃഷ്ണന്റെ വ്യക്തിരൂപങ്ങൾ ദ്വിഭുജങ്ങളായാലും ചതുർഭുജങ്ങളായാലും അർജുനന് താൽക്കാലികമായി പ്രത്യക്ഷമായ വിശ്വരൂപത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. വിശ്വരൂപം ക്ഷണികമെന്നിരിക്കെ മറ്റു 2 രൂപങ്ങളും ശാശ്വതങ്ങളും അതീന്ദ്രിയങ്ങളും അത്രേ. വിശ്വരൂപം ആരും കണ്ടിട്ടില്ലെന്ന് സുദൂർദർശമെന്ന വാക്ക് സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ഭക്തന്മാർക്ക് അത് കാണേണ്ട ആവശ്യമില്ലെന്നും ഭാവിയിൽ സ്വയം അവതാര പുരുഷരെന്ന് ഭാവിക്കുന്നവരോട് ജനങ്ങൾക്ക് വിശ്വരൂപം കാട്ടിത്തരണമെന്ന് ആവശ്യപ്പെടാൻ കഴിയണമെന്നും ഉദ്ദേശിച്ചാണ് അർജുനന്റെ അപേക്ഷ പ്രകാരം കൃഷ്ണൻ ആ രൂപം പ്രത്യക്ഷപ്പെടുത്തിയത്. മുൻ ശ്ലോകത്തിൽ ന എന്ന പദം പലവരും ഉപയോഗിച്ചിട്ടുണ്ട്. വൈദിക സാഹിത്യത്തിൽ പണ്ഡിതോചിതമായ പരിജ്ഞാനം പോലുള്ള ബഹുമതികൾ നേടിയതുകൊണ്ട് ആരും ഗർവിഷ്ഠരായിക്കൂടാ എന്നാണത് സൂചിപ്പിക്കുന്നത്. ഭക്തിപൂർവം കൃഷ്ണനെ സേവിക്കുകയാണ് ആവശ്യം. എന്നിട്ട് മതി ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യങ്ങൾ എഴുതാനുള്ള യത്നം ആരംഭിക്കാൻ. വിശ്വരൂപം മറച്ച് പിന്നീട് കൃഷ്ണൻ ചതുർഭുജനായ നാരായണ രൂപവും ഒടുവിൽ ദ്വിഭുജനായ സ്വരൂപവും കൈക്കൊള്ളുന്നുണ്ട്. വൈദിക സാഹിത്യത്തിൽ പറയപ്പെടുന്ന ചതുർഭുജ രൂപങ്ങളും മറ്റും ആദിമമായ ദ്വിഭുജ കൃഷ്ണരൂപത്തിൽ നിന്ന് ഉത്ഭവിച്ചവയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എല്ലാ ആവിർഭാവങ്ങളുടെയും ഉറവിടമാണ് കൃഷ്ണൻ. ഈ രൂപങ്ങളിൽ നിന്ന് പോലും വ്യത്യസ്തനത്രേ കൃഷ്ണൻ. നിർഗുണാകാരത്തെക്കുറിച്ച് പറയേണ്ടതുമില്ല. ചതുർഭുജ കൃഷ്ണരൂപങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണന്റെ സമാന ചതുർഭുജ രൂപം അസംഖ്യം പ്രപഞ്ചങ്ങൾ ശ്വാസോച്ഛ്വാസത്തിലൂടെ ഉൾവലിച്ചും വെളിയിൽ വരുത്തിയും കൊണ്ട് മഹാവിഷ്ണു എന്നറിയപ്പെടുന്ന ഗർഭോദകശായി പോലും പരമപുരുഷന്റെ രൂപവിസ്തരണമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രഹ്മസംഹിത 5:48 പറയുന്നു: യസ്യൈക നിശ്വസിത കാലമധാവലംബ്യ ജീവന്തി ലോമവിലജ ജഗദണ്ഡനാദ വിഷ്ണുർമഹാൻ സ ഇഹ യസ്യ കലാവിശേഷോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ആര് ശ്വാസോച്ഛ്വാസങ്ങളാൽ അസംഖ്യം പ്രപഞ്ചങ്ങളെ ഉൾക്കൊള്ളുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നുവോ അങ്ങനെയുള്ള മഹാവിഷ്ണു ആരുടെ സമഗ്ര വിസ്തരണമാണോ ആദിപുരുഷനായ ആ ഗോവിന്ദനെ, കൃഷ്ണനെ ഞാൻ ഭജിക്കുന്നു.
അതുകൊണ്ട് കൃഷ്ണന്റെ വ്യക്തിരൂപത്തെ സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാൻ എന്ന നിലയിൽ ആരാധിക്കുകയാണ് വേണ്ടതെന്ന് വ്യക്തം. അദ്ദേഹമാണ് വിഷ്ണുമൂർത്തി ഭേദങ്ങളുടെയും എല്ലാ അവതാരങ്ങളുടെയും ഉറവിടവും ആദിപുരുഷനുമെന്ന് ഭഗവത്ഗീത സ്ഥിരീകരിക്കുന്നു. ഗോപാലതാപന്യുപനിഷത്ത് 1:1 സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിഷ്ടകാരിണേ നമോ വേദാന്തവേദ്യായ ഗുരുവേ ബുദ്ധിസാക്ഷിണേ. സച്ചിദാനന്ദമയമായ ദിവ്യരൂപമുള്ളവനായ കൃഷ്ണനെ ഞാൻ പ്രണമിക്കുന്നു. അദ്ദേഹത്തെ അറിയുന്നതാണ് വേദജ്ഞാനം. അദ്ദേഹമാണ് പരമഗുരു. കൃഷ്ണോവൈ പരമം ദൈവതം. പരമദൈവം കൃഷ്ണനാകുന്നു. ഏകോ വശീ സർവ കൃഷ്ണ ഈഡ്യ. അങ്ങനെയുള്ള കൃഷ്ണനാണ് ആരാധ്യനായ പരമദിവ്യോത്തമ പുരുഷൻ. ഏകോ അഭിസാൻ ബഹുധാ യോവഭാതി. കൃഷ്ണൻ ഒരാളെ ഉള്ളുവെങ്കിലും നാനാരൂപങ്ങളായും അവതാരങ്ങളായും പലവിധം കാണപ്പെടുന്നു എന്ന് ഗോപാലതാപന്യുപനിഷത്ത് 1:3, 1:21, ബ്രഹ്മസംഹിത 5:1 ഇപ്രകാരം പറയുന്നു. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. സച്ചിദാനന്ദമൂർത്തിയായ കൃഷ്ണനത്രേ പരംപുരുഷൻ. എല്ലാറ്റിനും ആദിയായ അദ്ദേഹം അനാദിയും ഏതൊരു കാരണത്തിനും കാരണവുമാണ്. യാത്രാവതീർണം കൃഷ്ണാഖ്യം പരം ബ്രഹ്മാനരാകൃതി എന്ന് മറ്റൊരിടത്ത് പറയുന്നു. പരമസത്യം ഒരു വ്യക്തിയാണ്. കൃഷ്ണൻ എന്ന് പേരുള്ള അദ്ദേഹം ചിലപ്പോൾ ഭൂമിയിൽ അവതരിക്കുന്നു. ഭാഗവതത്തിലും പല രൂപങ്ങളിലുള്ള അവതാരങ്ങളെ പറ്റി വിവരിക്കുന്നതിനിടയിൽ കൃഷ്ണനെ പറ്റിയും പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ കൃഷ്ണൻ ഒരു അവതാരമല്ല. ആദിമനായ പരമപുരുഷൻ സ്വയം ഭഗവാൻ തന്നെയെന്നും ഭാഗവതം എടുത്തു പറയുന്നു. ഏതേ ചാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവത്ഗീതയിൽ ഭഗവാൻ മത്തപരതരം നാന്യത് എന്നാണ് പറയുന്നത്. കൃഷ്ണരൂപിയായ എന്നേക്കാൾ ശ്രേഷ്ഠനായ ആരുമില്ല. അഹമാദിർ ഹിദേവാനാം എന്നിൽ നിന്നാണ് ദേവന്മാരുടെ ഉത്ഭവം എന്നും അദ്ദേഹം പറയുന്നു. കൃഷ്ണനിൽ നിന്ന് ഭഗവത്ഗീത കേട്ട ശേഷം അർജുനനും ഇങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ. പരമപുരുഷനും പരമാശ്രയവും പരമസത്യവും അങ്ങു തന്നെയെന്ന് ഞാനിപ്പോൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. ഈ നിലയിൽ അർജുനന് കാണിച്ച വിശ്വരൂപമല്ല മൗലികമായ ഐശ്വരാകാരം. സാക്ഷാൽ കൃഷ്ണന്റെ മൗലിക രൂപമാണ് ആ ഐശ്വരാകാരം. അനേകായിരം തലകളും കൈകളുമുള്ള ആ മഹത്തായ വിശ്വരൂപം ഭഗവാനിൽ പ്രേമമില്ലാത്തവരുടെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ വേണ്ടി മാത്രം വെളിപ്പെടുത്തിയതാണ്. ഇത് ഭഗവാന്റെ യഥാർത്ഥമായ രൂപമല്ല. ഭഗവാനുമായി നാനാവിധത്തിൽ ദിവ്യപ്രേമം കൊണ്ട് ബന്ധപ്പെട്ടവർക്ക് വിശ്വരൂപം ആകർഷകമായി അനുഭവപ്പെടില്ല. തന്റെ മൗലികമായ കൃഷ്ണാകൃതിയോടെയാണ് ഭഗവാൻ ദിവ്യപ്രേമത്തെ കൈക്കൊള്ളുന്നതും കൊടുക്കുന്നതും. തന്മൂലം കൃഷ്ണനുമായി അത്രയും അധികം അടുത്ത സൗഹൃദ ബന്ധമുണ്ടായിരുന്ന അർജുനന് ഈ വിശ്വവ്യാപ്തമായ രൂപം സന്തുഷ്ടി ഉളവാക്കിയില്ല എന്ന് മാത്രമല്ല ഭീകരമായി താനും. എന്നെന്നും കൃഷ്ണന്റെ സുഹൃത്തായിരുന്ന അർജുനന് അതീന്ദ്രിയ ദൃഷ്ടി കൈവന്നിരിക്കണം. ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല അർജുനൻ. അതുകൊണ്ട് അദ്ദേഹം വിശ്വരൂപത്താൽ ആകർഷിതനുമായില്ല. ഫലോദിഷ്ട കർമ്മങ്ങളാൽ സ്വയം ഉന്നതി നേടുന്നതിൽ താല്പര്യമുള്ളവർക്ക് ആശ്ചര്യകരമാവാം വിശ്വരൂപം. ഭക്തിപരമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടവർക്കാകട്ടെ ദ്വിഭുജമായ കൃഷ്ണന്റെ രൂപം തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു അബ്ദുമാതാജി. ഹരേ കൃഷ്ണ. അവിടെ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഭക്തിമാർഗത്തിലൂടെ മാത്രമേ നമ്മൾക്ക് കൃഷ്ണതത്വം, ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദർശനം ലഭിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഭക്തിമാർഗത്തിലൂടെ നമ്മൾക്ക് ഭഗവാനെ ആദ്യം മനസ്സിലാക്കാനും പിന്നീട് ദർശിക്കാനും അതിനുശേഷം ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും സാധിക്കുമെന്ന് ഈ ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭക്ത്യാ ത്വനന്യാ ശക്യ അഹമേവം വിദോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേശിട്ടും ച പരന്തപ. ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ, കൃഷ്ണാബോധത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കാനും ജ്ഞാതും ദ്രഷ്ടും പിന്നീട് ഭഗവാനെ പ്രത്യക്ഷത്തിൽ ദർശിക്കാനും, ദ്രഷ്ടും ച തത്വേന പ്രവേശിട്ടും ച പരന്തപ, ഭഗവാന്റെ സമീപത്തേക്ക് തിരിച്ചു പോകാനും നമ്മൾക്ക് സാധിക്കും. അതിന് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ, അല്ലെ? അല്ലാതെ ഒരുപാട് മാർഗമില്ല. വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മാർഗത്തിലൂടെ പോയാലും ഭഗവാനിൽ എത്തിച്ചേരും എന്ന് ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല. മറ്റു മാർഗത്തിലൊന്നും പോയാൽ എൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല എന്ന് തന്നെയാണ് ഭഗവാൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ നമ്മുടെ അമ്പലങ്ങളിൽ നടക്കുന്ന ആധ്യാത്മിക പ്രഭാഷണത്തിൽ നിന്ന് നേരെ വിപരീതമാണ് ഭഗവാൻ യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? ഒരുപാട് പ്രഭാഷണങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഏത് ദേവനെ വേണമെങ്കിലും ആരാധിക്കാം, നിങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും ആരാധിക്കാം, നിങ്ങൾ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും.
അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഭഗവാനായി തീരും എന്നൊക്കെ പറയും. നിങ്ങൾ തന്നെയാണ് ഭഗവാൻ എന്നൊക്കെ പറയും. അതൊക്കെ അവരുടെ ഊഹങ്ങൾ അവർ പറയുന്നതാണ്. ഇവിടെ ഭഗവാൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. നാഹം വേദേർണ തപസാ നദാനേന ചേജ്യ ശക്യ ഏവം വിധോ ദൃഷ്ടം ദൃഷ്ടമാനസി മാം യഥ. വേദപഠനം കൊണ്ടോ തപസ് കൊണ്ടോ ദാനം കൊണ്ടോ യജ്ഞം കൊണ്ടോ ഒന്നും എന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭക്തി കൊണ്ട് മാത്രമേ, ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേശിത്തും ച പരന്തമ. ഭക്തി മാർഗത്തിലൂടെ മാത്രമേ ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, ഭഗവാന്റെ ദർശനം ലഭിക്കുകയുള്ളൂ, ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു സംശയത്തിനും ഇട വരാത്ത രീതിയിൽ ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഭഗവത്ഗീത ഗുരുപരമ്പരയിലൂടെ കേൾക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, 2-ാം അധ്യായത്തിൽ പോലും ഭഗവാൻ ഇതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാഹി അനന്താശ്ച ബുദ്ധയോ അവ്യവസായന എന്നവിടെ ഭഗവാൻ പറയുന്നുണ്ട്. ബുദ്ധി ഉറച്ചവർക്ക് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ, ഏകേഹ, ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. ബഹുശാഖാഹി അനന്താശ്ച ബുദ്ധയോ അവ്യവസായന. ബുദ്ധി ഉറക്കാത്തവർക്കാണ് വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളുള്ളത്. അവർ പല രീതിയിൽ പല മാർഗങ്ങളിൽ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്ന് പറയും. അപ്പൊ ഭഗവാൻ നിർദ്ദേശിക്കുന്ന മാർഗം ഭക്തി മാർഗം മാത്രമാണ്. വേറെ ഒരു മാർഗവും ഭഗവാൻ നിർദ്ദേശിക്കുന്നില്ല. ജ്ഞാനം കൊണ്ട് എന്നെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ കർമ്മം കൊണ്ട് എന്നെ മനസ്സിലാക്കാം, ധ്യാനം കൊണ്ട് എന്നെ മനസ്സിലാക്കാം, യജ്ഞം കൊണ്ട് എന്നെ മനസ്സിലാക്കാം എന്നൊന്നും ഭഗവാൻ പറയുന്നില്ല. ഭക്ത്യാ ത്വനന്യയാ ശക്യ എന്ന് തന്നെയാണ് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ ആ ഭക്തി എന്ന് പറയുന്നത് കൃഷ്ണാവബോധം തന്നെയാണ്, ഭഗവാനെ കുറിച്ചുള്ള അവബോധമാണ്. അത് ഗുരുപരമ്പരയിലൂടെ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിലൂടെയാണ് ആരംഭിക്കുന്നത്. ശ്രവണം, പിന്നീട് കീർത്തനം, ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, സ്മരണം, ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ ലീലകൾ സ്മരിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഭക്തി പുരോഗമിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ കൃഷ്ണഭക്തി വളരെ അപൂർവമാണ്. എത്ര കഠിനമായിട്ടുള്ള തപസ് ചെയ്താലും ലഭ്യമാകാത്തതാണെങ്കിലും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത്ര ലളിതമായിട്ട് ആ കൃഷ്ണഭക്തിയെ കുറിച്ച് കലിയുഗത്തിൽ ജനങ്ങൾ സംസാരിക്കുന്നത് എന്നിവിടെ ശ്രീല പ്രഭാകര ആ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഏറ്റവും വലിയ ദാനത്തിനെ കുറിച്ച് ഇവിടെ ഭാവാർത്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് രൂപഗോസ്വാമി പറയുന്നത്, നമോ മഹാവധന്യായ കൃഷ്ണപ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമേ ഗൗരത്തിഷേ നമ. അങ്ങ് ഏറ്റവും വലിയ ദാനശീലനാണ്. ഇതുവരെ ഇങ്ങനെ ഒരു ദാനം ആർക്കും കൊടുത്തിട്ടില്ല. എന്താണ്? കോടാനുകോടി ജന്മത്തിലെ പ്രയത്നം കൊണ്ട് പോലും ലഭിക്കാത്ത കൃഷ്ണപ്രേമം അങ്ങ് കലിയുഗത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ വാരി വിതറുകയാണ്. ആർക്കും ഒരു യോഗ്യതയും ഒന്നും നോക്കാതെ യാരേ ദേഖോ താരേ കഹോ എന്ന് പറഞ്ഞുകൊണ്ട് ആരെ വഴിയിൽ കണ്ടാലും അവർക്കൊക്കെ ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ആ കൃഷ്ണപ്രേമം വിതരണം ചെയ്യുന്ന ആ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരമാണ് ഏറ്റവും ദാനശീലനായിട്ടുള്ള ഭഗവാന്റെ അവതാരം. നമോ മഹാവധന്യായി കൃഷ്ണപ്രേമ പ്രദായം. ഒരിക്കലും കിട്ടാത്ത കൃഷ്ണപ്രേമം അങ്ങിങ്ങനെ വാരി വിതറുകയാണ്, ഒരു യോഗ്യതയും നോക്കാതെ വാരി വിതറുകയാണ്. അതുകൊണ്ടാണ് ഇത്ര എളുപ്പത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് ഇന്ന് സംസാരിക്കാൻ സാധിക്കുന്നത്. അതേ ചൈതന്യ മഹാപ്രഭുവിന്റെ അതേ പരമ്പരയിലാണ് ശ്രീല പ്രഭുപാദനം വരുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭു അന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സേനാപതി ഭക്തൻ വരാൻ പോകുന്നുണ്ട് ലോകം മുഴുവൻ കൃഷ്ണഭക്തി പ്രചരിപ്പിക്കുന്നതിനായിട്ട് എന്ന് ചൈതന്യ മഹാപ്രഭു അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സേനാപതി ഭക്തൻ രചിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്കും ഇപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുള്ളത് ഈ കലിയുഗത്തിലും. പിന്നീട് ശ്രീല പ്രഭുപാദര് ആ കൃഷ്ണഭക്തി ലഭിക്കുന്നതിന്റെ നിഷ്ഠകളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, നേരത്തെ പറഞ്ഞിട്ടുള്ള യജ്ഞമായാലും ദാനമായാലും തപസ്സായാലും കൃഷ്ണാവബോധത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് ഭക്തിയായി. ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഭക്തിയായി. അല്ലെ, ദാനം ചെയ്യാം,
കൃഷ്ണാബോധത്തിന് സഹായിക്കുന്നതിന് വേണ്ടി ദാനം ചെയ്യാം. അതേപോലെ കൃഷ്ണാബോധത്തിൽ തന്നെ തപസ് ചെയ്യാം. ഏകാദശി വ്രതം, നാളെ ഏകാദശിയാണ്. അപ്പോൾ ആ ഏകാദശി ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി എടുക്കുന്നത് തപസ്സാണ്. അതേപോലെ ഭഗവാന്റെ ജന്മാഷ്ടമി നാളിൽ വ്രതം എടുക്കുന്നത് തപസ്സാണ്. ഇങ്ങനെയുള്ള തപസ്സുകളും ദാനങ്ങളും യജ്ഞങ്ങളും എല്ലാം എങ്ങനെ വേണം ചെയ്യാൻ? കൃഷ്ണാബോധത്തോടുകൂടി ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി വേണം ചെയ്യാൻ. അപ്പോൾ അത് ഭക്തിയായിട്ട്, ഭക്തിയിലെ പ്രവർത്തനമായിട്ട് മാറും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ശ്രീല പ്രഭുപാദർ ആ കൃഷ്ണതത്വത്തിനെ കുറിച്ച് ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ എവിടേക്കാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വ്യത്യസ്തമായിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ആ ഒരു കോട്ടിങ് എടുത്ത് പറയുന്നുണ്ട് ശ്രീല പ്രഭുപാദർ. അതിന്റെ മുന്നേ തന്നെ പറയുന്നുണ്ട് ആർക്കാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദർശനം ഉണ്ടാകാൻ സാധ്യതയുള്ളത് അവരെ കുറിച്ച് പറയുന്നുണ്ട്. ശ്വേതാശ്വേതരോപനിഷത്തിൽ നിന്നാണ് ആ ശ്ലോകം പറയുന്നത്. യസ്യ ദേവേ പരാഭക്തിർ യഥാദേവേ തഥാ ഗുരു തസ്യേതേ കഥിതാഹ്യർത്ഥ പ്രകാശന്തേ മഹാത്മന. ആർക്കാണ് ഭഗവാന്റെ ദർശനം ലഭിക്കാൻ ഭാഗ്യമുള്ളത്? യസ്യ ദേവേ പരാഭക്തിർ യഥാദേവേ തഥാ ഗുരു. ഭഗവാൻ ശ്രീകൃഷ്ണനിലും ആ ഭഗവാന്റെ പരമ്പരയിൽ വരുന്ന ഗുരുവിലും പൂർണ്ണമായിട്ടും വിശ്വാസമുള്ള വ്യക്തിക്കാണ് ഭഗവാന്റെ ദർശനം ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ വാക്കുകളിലും ഗുരുവിന്റെ വാക്കുകളിലും പൂർണ്ണ വിശ്വാസമുള്ള വ്യക്തിക്ക് മാത്രമേ ഭഗവാന്റെ ദർശനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം ഇവിടെ വിശ്വരൂപവും ഭഗവാന്റെ നാരായണ രൂപവും ശ്രീകൃഷ്ണ രൂപവും തമ്മിലുള്ള വ്യത്യാസം ശ്രീല പ്രഭുപാദർ പറഞ്ഞു തരുന്നുണ്ട്. വിശ്വരൂപം ഈ ഭൗതിക ലോകത്തിനകത്തുള്ള ഒരു താൽക്കാലിക രൂപമാണെന്നും നാരായണ രൂപവും ശ്രീകൃഷ്ണ രൂപവും അതീന്ദ്രിയ രൂപമാണ്, അത് വ്യത്യസ്തമാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ അർജുനൻ അവിടെ ആ ഒരു മലയാളത്തിൽ വന്ന ഒരു തെറ്റുണ്ട്, ഒരു വാക്കില് വിശ്വരൂപം ആരും കണ്ടിട്ടില്ലെന്ന് സുദുർദർശം എന്ന വാക്ക് സൂചിപ്പിക്കുന്നു. അവിടെ സുദുർദർശം എന്നല്ല കറക്റ്റായിട്ടുള്ളത്, ഇംഗ്ലീഷിൽ കറക്റ്റാണ്. ആ വാക്ക് അദൃഷ്ടപൂർവം എന്നാണ് ഭഗവാൻ പറയുന്നത്. അദൃഷ്ടപൂർവം, മുമ്പ് കണ്ടിട്ടില്ലാത്തതാണ് എന്റെ വിശ്വരൂപം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ സുദൂർദർശം എന്നല്ല, സുദൂർദർശം എന്ന ശ്രീകൃഷ്ണ രൂപത്തിനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ വിശ്വരൂപത്തിനെ കുറിച്ച് പറയുന്നത് അദൃഷ്ടപൂർവം എന്നാണ്, അതാണ് കറക്റ്റായിട്ടുള്ള വാക്ക്. പിന്നീട് വ്യത്യസ്തമായിട്ടുള്ള ശാസ്ത്രങ്ങളിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണ തത്വം എടുത്തു പറയുന്നുണ്ട്. അതിൽ ബ്രഹ്മസംഹിതയിൽ നിന്ന് പറയുന്നുണ്ട്. ആ ബ്രഹ്മസംഹിതയിലെ ശ്ലോകം യസ്യേക നിശ്വസിത കാലമധാവനമ്പ്യ ജീവന്തി ലോമ വിലച ജഗദണ്ഡനാഥ വിഷ്ണു മഹാൻ സ ഇഹയസ്യ കലാവിശേഷോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഭഗവാൻ വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു കലാവിശേഷമാണ്. കല എന്ന് പറയുന്നത് വിസ്തരണത്തിന്റെയും വിസ്തരണമാണ് ആ മഹാവിഷ്ണു എന്ന് പറയുന്നത്. അതിന്റെ മുന്നേയുള്ള വാക്കിലും ഒരു ചെറിയ മലയാളത്തിലുള്ള വാക്കിലൊരു പ്രശ്നമുണ്ട്. അസംഖ്യം പ്രപഞ്ചങ്ങൾ ശ്വാസോച്ഛ്വാസത്തിലൂടെ ഉൾവലിച്ചും വെളിയിൽ വരുത്തിയും കൊണ്ട് മഹാവിഷ്ണു എന്നറിയപ്പെടുന്ന ഗർഭോദകശായ വിഷ്ണു എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഗർഭോദകശായ വിഷ്ണു അല്ല, കാരണോദകശായ വിഷ്ണുവാണ്. മഹാവിഷ്ണു കാരണോദകശായ വിഷ്ണു ആണ് യഥാർത്ഥം. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വന്നിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഇവിടെ മഹാവിഷ്ണു പോലും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു വിസ്തരണത്തിന്റെ വിസ്തരണമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് വ്യത്യസ്തമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും ഗോപാലതാപനി ഉപനിഷത്ത്, അതേപോലെ ബ്രഹ്മസംഹിതയിൽ ഈശ്വര പരമകൃഷ്ണ, പരമമായിട്ടുള്ള ഈശ്വരൻ കൃഷ്ണൻ തന്നെയാണ് എന്ന് പറയുന്നു. ഭാഗവതത്തിൽ പറയുന്നു. ഭാഗവതത്തിൽ 1-ാം സ്കന്ധത്തിൽ നമ്മൾ വായിച്ചു. 1-ാം സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകം ഏതേചംശകലപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. മറ്റു അവതാരങ്ങളെ പോലെയല്ല, ഭഗവാൻ ഒരു അവതാരമല്ല, ഭഗവാൻ നേരിട്ട് വന്നിട്ടുള്ളതാണ്. ഗോലോക വൃന്ദാവനത്തിൽ നിന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് ഇവിടെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ളത്. മറ്റു അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വീണ്ടും കൃഷ്ണ അവതാരത്തിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ എല്ലാ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളും എല്ലാ ആചാര്യന്മാരും ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് പരമപുരുഷൻ. കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. അതേപോലെ ഏകോ ദേവോ ദേവകീപുത്ര ഏവ
എന്ന് ശങ്കരാചാര്യർ പറയുന്നത്. അതേപോലെ രാമാനുജാചാര്യര്, മധ്വാചാര്യര്, ശ്രീ ചൈതന്യ മഹാപ്രഭു എല്ലാവരും ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് പരമപുരുഷൻ എന്ന് അംഗീകരിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിൽ അർജുനനും അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നത് അർജുനനും കൃഷ്ണതത്വം മനസ്സിലായി. അതുകൊണ്ടാണ് അർജുനൻ ഭഗവാനെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ളത് പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭഗവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജംബേ ആഹുത്വാം ഋഷേ സർവേ ദേവർഷിർ നാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചെയ്വ പ്രവീക്ഷിക്കും. എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ ആചാര്യന്മാരും അങ്ങു തന്നെയാണ് പരമപുരുഷൻ എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അത് ഞാനും അതേപടി അംഗീകരിക്കുന്നു. സർവമേത ഋതം മന്യേ, അത് ഞാനും പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു എന്ന് അർജുനനും പറയുന്നുണ്ട്. ഭഗവാനും ഭഗവത്ഗീതയിൽ പറയുന്നത് ഞാൻ തന്നെയാണ് പരമപുരുഷൻ. അഹം സർവസ്യ പ്രഭോ, ഞാൻ എല്ലാറ്റിന്റെയും ഉറവിടമാണ്. മത്തപരതരം നാണ്യത്, എന്നേക്കാൾ ഉപരിയായിട്ട് മറ്റാരുമില്ല. അഹം ആദിർഹി ദേവാനാണ്, ഞാനാണ് എല്ലാ ദൈവിക രൂപങ്ങളുടെയും ഉറവിടം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നു. എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ ആചാര്യന്മാരും ഭഗവാൻ സ്വയവും പറയുന്ന കാര്യം ഒന്ന് തന്നെയാണ്. ആ കൃഷ്ണതത്വത്തിനെ കുറിച്ചാണ് പറയുന്നത്. കൃഷ്ണതത്വം അറിഞ്ഞാലാണ് വേദം മുഴുവൻ യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത്. 15ാമത്തെ അധ്യായത്തിൽ ഇനിയും ഭഗവാൻ അതിനെ കുറിച്ച് പറയുന്നത് യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത എന്ന് ഭഗവാൻ പറഞ്ഞു. ആരാണോ എന്നെ പരമപുരുഷനായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്, ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമപുരുഷനായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്, ആ വ്യക്തിയാണ് വേദം മനസ്സിലാക്കിയിട്ടുള്ളത് വ്യക്തി എന്ന് പറയുന്നത്. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ്, ആ വ്യക്തിയാണ് വേദം മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷേ അത് അത്ര എളുപ്പമല്ല. മായാശക്തിയിൽ പെട്ട് കിടക്കുന്ന എല്ലാവരും ഭഗവാനെ മറന്നു കിടക്കുന്ന ജീവാത്മാക്കളാണ്. ദേവന്മാർ ഉൾപ്പെടെയുള്ള, ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ജീവാത്മാക്കളും കൃഷ്ണതത്വം മറക്കാൻ സാധ്യതയുള്ളവരാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവ് ബ്രഹ്മവിമോഹന ലീല പെട്ടുപോയത്. അല്ല, കൃഷ്ണതത്വം അത്രയും റയറാണ് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ അർജുനന് കൃഷ്ണതത്വം അറിയുന്നത് കൊണ്ട് വിശ്വരൂപത്തിൽ അർജുനൻ ഭ്രമിച്ചു പോയില്ല. വിശ്വരൂപം കണ്ടപ്പോൾ വിശ്വരൂപത്തിനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായില്ല. ആ കൃഷ്ണരൂപം തന്നെ വീണ്ടും കാണിക്കാനാണ് അർജുൻ ആവശ്യപ്പെട്ടത്. കാരണം നേരത്തെ തന്നെ അർജുനൻ കൃഷ്ണഭക്തനാണ്. ഭക്തോസിമേ സഖാ ചെയ്തി രഹസ്യം ഹേതദുത്തമ, നീ എന്റെ ഭക്തനായതുകൊണ്ടാണ് ഈ രഹസ്യജ്ഞാനം ഞാൻ പറഞ്ഞു തരുന്നത് എന്ന് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണതത്വം അത്രയും രഹസ്യമാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം ഈ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകമാണ്. അത് ഭഗവാന്റെ നിർദ്ദേശമാണ്. നമ്മൾ ആ ഭക്തിയിൽ പ്രവേശിക്കുന്നതിനും ഭഗവാനെ മനസ്സിലാക്കുന്നതിനും എന്താണ് ചെയ്യേണ്ടത്, പ്രാക്ടിക്കലായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ ഓരോ സ്റ്റെപ്പുകൾ നിർദ്ദേശിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഹരേ കൃഷ്ണ. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഇപ്പൊ ഒരു കറക്ഷൻ പറഞ്ഞില്ലേ, സുദർശനത്തിന് പകരം അദൃശ്യ